ഇളയമ്മയെ കണ്ടുവരുന്ന വഴിയാണ്. ആരാ ഈ തങ്കപ്പടം? ഇവനാ എന്റെ ഇളയ മോൻ. ഇവൻ എന്തോരം പഠിച്ചു? എന്റെ അച്ഛോ എന്നാ പറയാനാ, ഇവിടെ ആകെ തടയ പഠനമല്ലേ ഉള്ളൂ. അവൻ തടവിയിൽ പോയി 5 വർഷം പഠനം പൂർത്തിയാക്കി. അത്യാവശ്യത്തിനുള്ള അറിവൊക്കെ ആയി. ഇവൻ പള്ളിയിലൊക്കെ പോകാറുണ്ടോ? അവൻ അതാണ് ഏറ്റവും വലിയ സന്തോഷം. പ്രഭാതത്തിൽ ഉണർന്നതുടൻ അവന്റെ ആദ്യത്തെ ചിന്ത പള്ളിയിലെത്താനാണ്. അവന്റെ മുഖം കണ്ടാൽ അതറിയാം. ഇവനെ ഞാൻ പഠിപ്പിക്കും. എന്റെ കൂടെ പള്ളിപ്പുറത്തുള്ള സെമിനാരിയിലേക്ക് ഞാൻ കൊണ്ടുപോവാം. ആട്ടെ, നിനക്ക് അച്ഛനാകാൻ ഇഷ്ടമാണോ? എങ്കിൽ കുര്യാക്കോസേട്ടാ, ഞാൻ എന്നെ കൊണ്ടുപോവാം. എന്നാ അച്ഛാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. ഈ വീടിന്റെ വിളക്കാണോ? എന്റെ മറിയാമ്മ ചെലുത്തി അങ്ങനെയൊന്നും വിചാരിക്കട്ടെ. ദൈവം നിശ്ചയിച്ച് നടക്കട്ടെ. പള്ളിയിൽ എല്ലാവരും എത്തുന്നതിന് മുമ്പ് എന്റെ കുട്ടൻ പോകും. പള്ളിയിൽ മണിയടിക്കാൻ, തൂവക്കുറ്റിയിൽ തീ പിടിപ്പിക്കുവാൻ, ആൾത്താരിയിൽ പുഷ്പങ്ങൾ ചാർത്തുവാൻ, കുർബാനയെ സഹായിക്കുവാൻ. അന്നേ എന്റെ മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനൊരു വൈദികനാകുമെന്ന്. പക്ഷേ ഒരു പക്ഷേയുമില്ല. കുര്യാക്കോസ് സെമിനാരിയിൽ ചേരും ഏറ്റവും അടുത്ത ദിവസം തന്നെ. നന്ദി അച്ഛാ, നന്ദി. എന്റെ സ്വപ്നം പൂവണിഞ്ഞു. അപ്പ, അമ്മേ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മോനെ, സർവശക്തനായ ദൈവം നിന്നെ തുണയ്ക്കട്ടെ. എന്റെ ആടുകളെ കോഴികളെ ദിനപ്രതി തിന്നുമുട്ടുകയാണ്. ഇക്കണക്കിന് പോയാ ഇനി നമ്മൾ എന്ത് ചെയ്യും? ആരാണ് നമ്മൾ രക്ഷിക്കാൻ വരികയാണ്? ഇനി ഇവൻ മനുഷ്യനെയും വെറുതെ വിടില്ല. ഞാൻ പോകുന്നു. എനിക്ക് പേടിയാണ്. ഞാൻ വരാം. അച്ചോ, ആ വഴി വളരെ മോശമാണ്. ഇവിടെ ഒരു കരിങ്കോഴി സർപ്പമുണ്ട്. ഞാനൊക്കെ പറയുന്നത് ഈ മലയിൽ മനുഷ്യരെ പിടിക്കുന്ന പാമ്പുണ്ടെന്നാ. അച്ചോ, എന്റെ പൊന്നച്ചോ, ഞാൻ പറയുന്നത് കേക്ക്. എന്താ സഹോദര,
ഇങ്ങനെ പേടിച്ചാലോ? കാടിനകത്തൊരു സർപ്പം, കഥയറിയാത്തൊരു സർപ്പം, കാടിനകത്തൊരു സർപ്പം, കഥയറിയാത്തൊരു സർപ്പം, കണ്ണും പല്ലും നാവും നീട്ടി മനുഷ്യരെ കൊല്ലും ഒരു സർപ്പം, കണ്ണും പല്ലും നാവും നീട്ടി മനുഷ്യരെ കൊല്ലും ഒരു സർപ്പം. സഹോദരൻ വിഷമിക്കേണ്ട. അല്പനേരം മാതാവിനോട് പ്രാർത്ഥിക്കും. ശരി അച്ഛൻ. നന്മ നിറഞ്ഞ മറിയമേ, തമ്പുരാന്റെ അമ്മേ, അയ്യോ, ദാ കരിങ്കോഴി സർപ്പം. ഓടിക്കൂ, ഓടിക്കൂ. ഭയക്കാതെ, ഭയക്കാതെ. എന്റെ പൊന്നു മാതാവേ, എന്റെ അമ്മേ, തമ്പുരാന്റെ അമ്മേ, സ്നേഹസ്വരൂപിണി, കാത്തിടേണമേ. കരിങ്കോഴിയിൽ ആശങ്ങൾ മാത്രം ചെയ്തൊരു സർപ്പത്തെ തച്ചോത്തരത്തിലെ മാതാവേ, ഞങ്ങളെ കാത്തിടും മാതാവേ, 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 ഞങ്ങളെ കാത്തിടും മാതാവേ. അച്ഛോ, സർപ്പം അച്ഛനെ വല്ലത് ചെയ്തു? ഇല്ല, ഒന്നും സംഭവിച്ചില്ല. എന്റെ മാതാവേ, അമ്മയാണ് ഞങ്ങളെ രക്ഷിച്ചത്. ചാവറേച്ചന്റെ പ്രാർത്ഥനയാൽ അമ്മ അമ്മയെ രക്ഷിച്ചു. അതെ, എല്ലാം അമ്മയുടെ അത്ഭുതം. എന്റെ കുമ്പസാരക്കാരനെ എന്നെ അന്ത്യയാത്രകളിക്കോ. എന്നെ കൊണ്ടാവില്ല അച്ഛൻ. അങ്ങേക്ക് അന്ത്യദാസ എനിക്ക് കഴിയില്ല. എങ്കിൽ വികാരിയെ ചെന്നരട്ടെ. എനിക്ക് കൂടി ചൊല്ലാമല്ലോ. പോകാൻ സമയമായി. എന്റെ മാതാപിതാക്കൾ ഈശോ മറിയ യോസേപ്പ് എന്ന മഹാകുടുംബത്തെ ഹൃദയത്തിൽ കാത്ത എന്നെ അനുഗ്രഹിക്കാൻ അവരെന്റെ സമീപത്ത് മാമോദീസായിൽ എനിക്ക് കിട്ടിയ ദൈവേഷ്ട പ്രസാദത്തെ നഷ്ടപ്പെടുത്താൻ ഒരിക്കലും ഇടയായിട്ടില്ല. എനിക്കിപ്പോ സന്തോഷവും സമാധാനവും. തുടങ്ങിയല്ലോ
വിദ്യ പകർന്നിടാം ദരിദ്രതയാലയം നീട്ടിപ്പോ അക്ഷരലോകത്തിൽ വിദ്യ പകർന്നിടാം ദരിദ്രതയാലയം നീട്ടിപ്പോ വിശപ്പകത്തീരാം ഭോജനം നൽകിയ വിശപ്പകത്തീരാം ഭോജനം നൽകിയ അക്ഷരലോകത്തിൽ വിദ്യ പകർന്നിടാം ദരിദ്രതയാലയം നീട്ടിപ്പോ വിശപ്പകത്തീരാം ഭോജനം നൽകിയ ചാവരധന്യപിതാമഹൻ. കരയാതെ ചാവറ ഏലിയസച്ചന്റെ നൊവേന ചേച്ചി ചൊല്ലിത്തരാം. എന്റെ ചവറപുരിയാക്കോസ് അച്ഛാ, എന്നെ എന്തിനെങ്ങനെ നീ പരീക്ഷിക്കുന്നു? എനിക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്കണേ. എന്റെ ഈ കാര്യങ്ങൾ വെച്ച് നടക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മോനെ, ചേച്ചി, എന്റെ കാല് ഇതാ നോന്നു വരുന്നു. എന്റെ ദൈവമേ, എന്റെ ചാവറേച്ചിന്റെ അനുഗ്രഹം. ഹായ്, ഞാൻ നടക്കുന്നു. അമ്മേ. ഒലിഞ്ഞു പോയ താരം മിന്നി മറഞ്ഞു പോയി ദൂരെ എന്നും മാനസത്തിൽ ദീപമായി തെളിയും താരം സ്വർഗീയ ദൂതരോടൊത്ത് ദൈവത്തിൻ